നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ സമാനതകളില്ലാത്ത മറ്റൊരു ധൂർത്തായിരുന്നു 36 ദിവസം നീണ്ടുനിന്ന നവകേരള സർക്കിട്ട് എന്ന നവകേരള സദസ്സ്. ഒരു ബസിന്റെ ഷാസി വാങ്ങി ബോഡി ചെയ്ത് അതിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കറങ്ങുന്ന ഒരു സീറ്റും ഫിറ്റ് ചെയ്ത് ഇറക്കിയപ്പോൾ ചെലവ് 1,05,00,000. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുഖ്യമന്ത്രിയുടെ കറങ്ങും സീറ്റിനു മാത്രം ചിലവ് 1,65,000 രൂപ. തീർന്നില്ല, ബാക്കി കൂടി പറയാം. സ്വാഭാവികമായും എന്താണ് ഈ നവകേരള സദസ്സെന്നും എന്തിനായിരുന്നു ഈ നവകേരള സദസ്സെന്നുമുള്ള സംശയം പലർക്കും ഇതുവരെ മാറിയിട്ടില്ല. അവർക്ക് വേണ്ടി ഒറ്റ വാചകത്തിൽ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ മേധാവിമാരും അടക്കമുള്ളവർ നിയോജക മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു നവകേരള സർക്കിട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. നവകേരള സർക്കിട്ടിന്റെ പോസ്റ്ററും ക്ഷണക്കത്തും അച്ചടിക്കാനായി മാത്രം ചെലവായത് 9,16,00,000 രൂപ. അതേസമയം നവകേരള സർക്കിട്ടിന്റെ ചെലവിന്റെ കണക്കുകൾ ദുരൂഹമാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ കാര്യം മാത്രമെടുത്താൽ നവകേരള സദസ്സിനായി സർക്കാർ തുക അനുവദിച്ചിട്ടില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെയോ വ്യക്തികളിൽ നിന്നോ സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. നവകേരള സദസ്സിന് മലപ്പുറം ജില്ലയിൽ എത്ര രൂപ ചെലവായി എന്ന ചോദ്യത്തിനും ജില്ലാ ഭരണകൂടത്തിന് വ്യക്തമായ മറുപടിയില്ലാതിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ആഡംബര ബസ് വേദിക്കരികിലെത്താനായി വേദികളായ പല സ്കൂളുകളുടെയും മതിലുകൾ പൊളിച്ചുമാറ്റി. നവകേരള സർക്കിട്ട് സംഘം കടന്നുവന്ന പലയിടങ്ങളിലും ക്യാപ്റ്റനെ കരിങ്കൊടി കാണിക്കാൻ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പിണറായി വിജയന്റെ സിൽബന്തി പോലീസുകാരും കൂടി തല്ലിച്ചതച്ചു. മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചു. സർക്കിട്ട് സമാപിച്ചപ്പോൾ കേരള ജനതയാകെ പരിപാടി ഏറ്റെടുത്തു എന്നായിരുന്നു സർക്കാരിന്റെ ന്യായം. നവകേരള സർക്കിട്ടിൽ ആകെ 6,33,044 പരാതികൾ കിട്ടിയെന്നും അതിൽ 46,701 പരാതികൾക്ക് പരിഹാരം കണ്ടെന്നും 4,88,586 പരാതികൾക്ക് പരിഹാരം കാണാനുണ്ടെന്നുമായിരുന്നു വിവരാവകാശ രേഖ അന്ന് വ്യക്തമാക്കിയത്. അങ്ങനെ ചില പരാതികൾക്ക് കണ്ട പരിഹാരം വിചിത്രവുമാണ്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ കുറവ് തേടിയപ്പോൾ കുറച്ചു നൽകിയത് 515 രൂപ. ചിലയിടങ്ങളിൽ പൊതുജനങ്ങൾ നൽകിയ പരാതികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന ആരോപണവും ഉണ്ടായി. മന്ത്രിമാരുടെ അടുത്തേക്ക് സാധാരണക്കാർക്ക് പ്രവേശനവും ഉണ്ടായിരുന്നില്ല. പൗരപ്രമുഖർക്ക് മാത്രമായിരുന്നു പ്രവേശനം. എല്ലായിടങ്ങളിലും നിന്ന് അണ്ടിക്കഞ്ഞി, അതായത് കശുവണ്ടിയിട്ട കഞ്ഞിയും അണ്ടിപ്പരിപ്പും ചിക്കനും സ്റ്റ്യൂവും മട്ടനും താറാവും മപ്പാസും കരിമീനും ഒക്കെ തട്ടിവിട്ട് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദരുമടക്കമുള്ള സംഘം സർക്കിട്ട് കഴിഞ്ഞെത്തിയപ്പോൾ പൊതു ഖജനാവിൽ നിന്ന് ഒഴുകിയത് കോടികൾ. സംസ്ഥാനത്തിന്റെ കടക്കണിക്ക് നവകേരള സർക്കിട്ടും തനതായ പങ്കുവഹിച്ചു. എന്തിനായിരുന്നു ഈ സർക്കിട്ട് എന്ന് പിണറായി വിജയനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹവും കൈമലർത്തി കാണിച്ചേക്കാം.